ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പോർക്ക് കറി വെച്ചാലോ. 1 കിലോ പോർക്കണത്. എന്നാ ശരി വാ. പോർക്കിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 3 സബോള, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. പോർക്ക് നമുക്ക് വേവിക്കാം. ഒരു കുക്കറിലിടാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. പിന്നെ വേറെ ഒന്നും ഇപ്പോൾ ചേർക്കില്ല. നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്പിപ്പോയി. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ചോപ്പറുണ്ട്. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയാനായിട്ട് ഇങ്ങനത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലത് കേട്ടാ. അതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്, ഒന്ന് ഇങ്ങനെ സാധാരണയുണ്ട്. ഇതിൽ സബോളയൊക്കെ അരിയാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് സബോളയൊക്കെ അരിയാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാൽ മതി. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ ഇതിലിടും. 3 പച്ചമുളക്, ഈ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കഷ്ണിച്ചിടാം. ചോപ്പർ ഇങ്ങനെ അടച്ചു വയ്ക്കുക. നോക്ക്, കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതില്ലാത്തവര് എന്തായാലും മേടിക്കണം. നമുക്ക് വളരെ ഉപകാരപ്പെടുന്നു. ചോപ്പറൊക്കെ തുറന്നു നോക്കാം. കണ്ട, വളരെ നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും പച്ചമുളകും ഒക്കെ നല്ല നൈസായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അപ്പോൾ വാടും ചെയ്യും കേട്ടോ. എല്ലാവരും ഇങ്ങനത്തെ ഒരെണ്ണം ഇല്ലാത്തവരൊക്കെ വാങ്ങിക്കണം. നമുക്ക് സബോളയൊക്കെ വാട്ടാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ നമ്മൾ ചോപ്പർ ചെയ്ത് വെച്ച സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇടാം. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ചോപ്പർ വളരെ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെറുതായി അധികം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അതിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. വേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിലുള്ളതാക്കാം. അത് കാരണം എല്ലാ കറിയിലും കുറേ വേപ്പിലൊക്കെ ഇടുങ്ങ. ഇത് വളരെ ഇഷ്ടം. പോർക്കിലേക്കുള്ള സബോളയൊക്കെ നന്നായി വഴണ്ടു. നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വേപ്പിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളകിടാം. തീ കുറച്ച് വെച്ച് ആവശ്യത്തിന് മുളകിടാം. ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, കുറച്ച് നമുക്ക് തീ കൂട്ടി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നന്നായി മൂക്കട്ടെ. മസാലയിലൊക്കെ മൂത്ത നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നമ്മുടെ പോർക്ക് വെന്തോ നോക്കാം. വിസിലുകൾ നമ്മുടെ പോർക്ക് വെന്തിട്ടുണ്ട്. 3 വിസിലാണ് ഞാൻ അതിന് വെച്ചത്. 3 വിസിലായപ്പോൾ നമ്മുടെ പോർക്ക് വെന്തു. ഇനി ഈ പോർക്കിൻ്റെ ഈ സ്റ്റോക്ക് ഇത് പുറത്ത് വയ്ക്കും. സ്റ്റോക്ക് ഒന്ന് കുറുകട്ടെ. സ്റ്റോക്ക് മസാലയൊക്കെ നന്നായി കുറുകി വരട്ടെ. നമ്മുടെ ചാറൊക്കെ നന്നായി കുറുകി. ഇനി ഇതിലേക്ക് നമുക്ക് പോർക്ക് ഇടാം. പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തീ കൂട്ടി വെച്ച് മൂടി വയ്ക്കാം. പോർക്ക് കറി ആയോ നോക്കാം. പോർക്ക് കറി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകി വന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടാ. നമ്മുടെ പോർക്ക് കറിയൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കി. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.